ഹായ് ഗൈസ്, വി വി ടോക്സിന്റെയും മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. വണക്കം. ധനുഷ് നായകനായി അഭിനയിക്കുന്ന കാര എന്ന പടത്തിന്റെ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. ഒരു ട്രീസർ ലൈക്ക് ഒരു ഫേസ് ഓഫ് എനിക്ക് തോന്നുന്ന ക്യാരക്ടർ റിവ്യൂസ് അതാണ് തോന്നുന്നു. ജയറാം ഉണ്ടെന്ന് അറിഞ്ഞു, സുരാജ് ഏട്ടൻ ഉണ്ടെന്ന് അറിഞ്ഞു. നമ്മുടെ മലയാളത്തിൽ നിന്ന് ഒരു പറ്റം ആക്ടേഴ്സ് ഉണ്ട്. മമിത ബൈജു ആണ് നായിക. അങ്ങനെ തമിഴിലെ രവികുമാർ, ഡയറക്ടർ രവികുമാർ സാറൊക്കെ നടക്കുന്ന ഒരു വലിയ സ്റ്റാർ കാസ്റ്റ് ഉള്ള ഒരു പടം. ഈ ചിത്രത്തിന്റെ ഡയറക്ടർ വിഘ്നേഷ് രാജയാണ്. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഡോക്ടർ ഇഷാരി കി ഗണേഷ്. എഡിറ്റിംഗ് ശ്രീജിത്ത് സാരൻ. അപ്പം ധനുഷ് സാറിന്റെ ഒരു അതെനിക്ക് ഈ ഇടക്കാലത്ത് പുള്ളി ലേറ്റസ്റ്റ് ആയിട്ട് പുള്ളിയുടെ ഇറങ്ങിയ പടം ഇഡ്ഡലിക്കട ആയിരുന്നു. അതിനു മുമ്പും അതേ തിരുച്ചിദംബരം, അങ്ങനെ ഒരേ ഒരു വേവലിംഗിലുള്ള മൂവീസ് ആയിരുന്നു ധനുഷ് സാറിന്റെ വന്നുകൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നത് ലാസ്റ്റ് കർണൻ എന്ന് പറയുന്ന ചിത്രത്തിന് ശേഷം ആ ഒരു ടൈപ്പിൽ ഇറങ്ങുന്ന ഒരു മൂവി ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഒരു അസുരൻ, കർണൻ, ആ ഒരു വൈബിലേക്ക് ഉള്ള ധനുഷ് സാറിന്റെ ഒരു കംഫർട്ട് സോൺ ഉണ്ട് അതിലൊക്കെ. അപ്പം ആ ഒരു വൈബിലേക്ക് വരുന്ന ഒരു പടമായിട്ട് എനിക്കതിൽ തോന്നുന്നുണ്ട്. അപ്പം അതിന്റെ ടീസർ അല്ലെങ്കിൽ അതിന്റെ ഫേസ് ഓഫ് എന്ന് പറയുന്ന ആ ഒരു ഇത് കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. മ്യൂസിക് ജി.വി. പറയേണ്ട ആവശ്യമില്ല. ജി.വി. പ്രകാശ്, ജയറാം, മമിത ബൈജു. പടം കളറിംഗ് ടോണിംഗ് ഒക്കെ സുരാജ് വെഞ്ഞാറമൂട്. ആ മ്യൂസിക് ജി.വി. ഒരു അസുരൻ ടച്ചൊക്കെ വരുന്നുണ്ട് കേട്ടോ. കുറച്ചേ ഉള്ളൂ, പക്ഷേ മ്യൂസിക് ആൻഡ് കളറിംഗ് അത് പടത്തിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ധനുഷ് ഓഫ് കോഴ്സ് പുള്ളിയുടെ സെലക്ഷനൊക്കെ വേറെ റേഞ്ച് ആയിരിക്കും. ഒരു അസുരൻ ടൈപ്പ് ഒക്കെ തോന്നുന്നുണ്ട്. അപ്പൊ ഗൈസ്, ധനുഷ് സാറിന്റെ അടുത്ത ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ലോഡിംഗ് ആണ്. കാരണം പടം കുറച്ചൊരു സീരിയസ് ആയിട്ടുള്ള സബ്ജക്റ്റാണ് സംസാരിക്കുന്നതെന്ന് ഈ ഒരു വീഡിയോ കണ്ടിട്ട് മനസ്സിലായി. ജയറാമേട്ടന്റെ ക്യാരക്ടർ ആയാലും, സാധാരണ ജയറാമേട്ടൻ ഈ ഇടയ്ക്ക് തമിഴ് മൂവീസിലൊക്കെ കുറച്ച് കോമഡി പീസായിട്ടൊക്കെയാണ് കണ്ടിട്ടുള്ളത്. ഇതില് സംതിങ് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു റോളാണ്, എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഒരു റോളാണെന്ന് കണ്ടപ്പോൾ തന്നെ അത് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ സുരാജേട്ടനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇപ്പം തന്നെ യൂത്ത് എന്ന് പറയുന്ന മൂവിയിൽ പുള്ളി പോയി തകർത്ത് തൂക്കിയിട്ടുണ്ട്. പുള്ളി മലയാളികളുടെ റേഞ്ചിൽ നിന്ന് പുള്ളി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെയാണ് മമിത ബൈജു. അപ്പൊ മലയാളത്തിൽ നിന്ന് ഒരു പറ്റം ഇങ്ങനെ താരനിരകൾ ഉള്ളപ്പോൾ അതൊരു പ്രതീക്ഷയ്ക്ക് വകയുള്ള ഒരു ചിത്രം ആണ്. പിന്നെ ധനുഷ് എടുത്തു പറയേണ്ട ആവശ്യമില്ല. ധനുഷ് എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡ്. മ്യൂസിക് ജി.വി. പ്രകാശ്, അതും വേറൊരു ബ്രാൻഡ്. എന്ന് പറഞ്ഞതുപോലെ സിനിമയിൽ ഒരുപാട് ഇത്രയും നല്ലൊരു കാസ്റ്റ് ഉള്ള പടം. തമിഴിനെ തന്നെ നോക്കുകയാണെങ്കിൽ രവികുമാർ എന്ന് പറഞ്ഞ ഡയറക്ടർ രവികുമാർ സാറ്, കരുണാസ്, അങ്ങനെയൊക്കെയുള്ള ഒരു മറ്റം നല്ല താരനിരകളുള്ള ഒരു പടം. അപ്പം എന്തായാലും പടം ഏപ്രിൽ 30-നാണ് റിലീസ് ആകുന്നത്. അപ്പൊ അതിനു മുമ്പ് തന്നെ ട്രെയിലർ മിക്കവാറും വരാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ട്രെയിലറും നമ്മൾ ഇതുപോലെ റിവ്യൂ ചെയ്തതായിരിക്കും. അപ്പോൾ എന്റെ ഈ റിവ്യൂ അല്ലെങ്കിൽ എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തി ഹെൽപ്പ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ ഇതിൽ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ ഈ വീഡിയോ ഉപസംഹരിക്കുന്നു. അടുത്ത മറ്റൊരു റിവ്യൂമായിട്ട് നിങ്ങളെ സന്ധിക്കും വരേക്കും വണക്കം.